നമസ്കാരം. ഭരതനാട്യം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അതിലെ അഭിനേതാക്കൾ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ശ്രുതി ചേച്ചി, കലാരഞ്ജനി ചേച്ചി, ദിവ്യ ചേച്ചി. നമസ്കാരം. നമസ്കാരം. ഇതില് വേറൊരു കാര്യം എന്ന് വെച്ചാൽ അമ്മയും മക്കളുമാണ്. അപ്പൊ അമ്മയും മക്കൾക്കും സ്വാഗതം. താങ്ക് യു. അത് ഞാനിവിടെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ദേവ ലൈക്ക് ചിറ്റ് ചാറ്റിംഗ് ജസ്റ്റ് ലൈക്ക് അമ്മയും മക്കളും പറയുന്നത്. അപ്പൊ നിങ്ങൾ സിനിമയിലും അമ്മയും മക്കള് ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടു. ലൈക്ക് ഫുൾ ചില്ലാണ്. ഇപ്പൊ ലൈക്ക് നമുക്ക് സാധാരണ ഒരു സിനിമ സെറ്റിൽ കാണുന്ന പിക്ചേഴ്സ് പോലെ തന്നെ ഭയങ്കര കൂളായിരുന്നു. എങ്ങനെയായിരുന്നു ചേച്ചിയായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ചേച്ചി പറഞ്ഞോളൂ ആദ്യം. ആക്ച്വലി കലാരഞ്ജന ചേച്ചിയാണ് അമ്മയായിട്ട് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാര്യം നമുക്ക് ആ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിലകത്തിലെ അതാണ് മനസ്സിൽ. ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഒന്നാമത്തെ കാര്യം. അപ്പം കലാരഞ്ജന ചേച്ചി കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ എങ്ങനെയായിരിക്കും ചേച്ചി, ലൈക്ക് ഭയങ്കര സീരിയസ് ആണോ? അല്ല, നമ്മൾ കൽപ്പന ചേച്ചിന്റെയും ഒരു ചേച്ചിയുടെ കുറച്ചും കൂടി ഇന്റർവ്യൂസിലൊക്കെ കുറെ കണ്ടിട്ടുണ്ട്. ചേച്ചിനെ നമ്മൾ അത്രത്തോളം സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പം എനിക്ക് കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ചെന്ന ഉടനെ ഭയങ്കര ആദ്യം നമ്മളിങ്ങനെ പതുക്കെ ചേച്ചി ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ നിർത്തുന്നേ ഇല്ല സംസാരം. അതായത് നമ്മൾ ക്യാരവനിലൊക്കെ പോയിരിക്കുമ്പോഴത്തേക്ക് ചേച്ചി ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ പിടിച്ചിരുത്തും. നമ്മൾ വർത്താനം പറഞ്ഞ് ഭയങ്കര കൂട്ടായിട്ട് ഭയങ്കര ജോളിയായിട്ട് ഞങ്ങളെക്കാട്ടിലും എനർജിയാണ്. ഈ പറയുന്ന പോലെ എനിക്കും ദിവ്യ ചേച്ചിനെക്കാളും ഭയങ്കര എനർജറ്റിക് ആണ് ചേച്ചിയുടെ കൂടെ കുടുംബം. കുറെ കഥകൾ കേൾക്കാം. ഇപ്പൊ നമ്മള് ആ ഒരു ജനറേഷൻ അല്ല, ഇപ്പം അഭിനയിക്കുന്ന എല്ലാ ആൾക്കാരെയും കണ്ടു വന്ന ഒരു ആളാണ്. അപ്പൊ നമുക്ക് കുറെ എക്സ്പീരിയൻസുകൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓരോ സെറ്റിലെ കാര്യങ്ങള്, ആക്ടേഴ്സിനെ പറ്റി എല്ലാം ചേച്ചി അടിപൊളിയായിട്ട് നമുക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഭയങ്കര കമ്പനിയായിരുന്നു. ഇങ്ങനെ ഏജ് ഡിഫറൻസ് ഒന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. നമ്മളെക്കാളും എനർജി അത് ഫീൽ ചെയ്തില്ല. കാരണം ഞാൻ ചേച്ചി സിനിമകളിൽ മാത്രമേ കണ്ടുള്ളൂ. ആദ്യമായിട്ട് കണ്ടപ്പോഴേ സോ പ്ലസന്റ് ആൻഡ് ഓൾ പ്രിറ്റി ബ്യൂട്ടിഫുൾ. ഞാൻ ആലോചിച്ചു ലൈക്ക് സീരിയസ്ലി. കാരണം സിനിമകളിൽ എപ്പോഴും ഈ അമ്മ ആയിട്ട് എല്ലാ അമ്മ റോളിൽ കണ്ടപ്പോ ഞാനിങ്ങനെ ഓക്കെ അമ്മ അല്ല ആ ഒരു സീനിയർ വെരി കൂളായിട്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇവര് ത്രിമൂർത്തികളുടെ കൂടെ അഭിനയിക്കണം ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ആയിരിക്കാം മേ ബി. എനിക്ക് അങ്ങനെ ആയിരുന്നു. ഉർവശിയുടെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യം ഉണ്ടായി. കൽപ്പന ചേച്ചിയുടെ കൂടെ അഭിനയിച്ചിട്ടില്ല. അപ്പൊ ചേച്ചിയുടെ കൂടെ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഈ പറഞ്ഞ പോലെ ശ്രുതി പറഞ്ഞ പോലെ ഭയങ്കര എക്സൈറ്റഡ് ആയി. ചേച്ചിയാണോ അമ്മ, അടിപൊളി. കാരണം നമ്മള് സിനിമയിൽ കണ്ടതായി ഇനി എങ്ങനെയാണ് നമ്മളോട് എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി നമ്മൾ ഒരുമിച്ച് അമ്മയും മുളപ്പം കെമിസ്ട്രി വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ നമുക്ക് ജാടയായിരിക്കോ എന്നൊക്കെ ഓർത്തു. അയ്യോ ഇതുപോലൊരാള് പാവം. ചേച്ചിക്ക് സൗണ്ടിന് ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്കറിയാലോ. പക്ഷെ നമ്മൾ ചേച്ചിയോട് സൗണ്ട് വന്ന് കാറ്റാണെങ്കിലും ചേച്ചി പറയാമല്ലോ. ഞങ്ങളത് അഡാപ്റ്റ് ആയി. ലൈക്ക് ആ ഒരു സൗണ്ട് അടിപൊളിയാ. ഞങ്ങള് ഷൂട്ട് കഴിഞ്ഞ് റൂമിൽ ചെന്നാലും ഞങ്ങള് ചേച്ചിയുടെ റൂമിൽ ചെല്ലും. ഞങ്ങള് റീൽസ് എടുക്കും. ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ തുറന്നു കൊടുത്തു. എനിക്ക് ഫോണിന്റെ ഒരു കുന്തം അറിയാം. അയ്യോ ഇല്ല, ഞാൻ കുറച്ച് ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഇന്റർവ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു റെഫറൻസിന് എന്തെങ്കിലും എടുക്കാന്ന് വെച്ചപ്പോ ഒന്നുമില്ല. ഉള്ളത് തമിഴ്. എനിക്ക് തമിഴ് അറിയില്ല. എന്ത് ചെയ്യുന്നറിയില്ലേ. അത് ഞാൻ എനിക്ക് പ്രിപ്പറേഷൻ ഇന്റർവ്യൂ എടുത്തതാ, അവരെടുത്തതാ. അല്ലാതെ ഈ മോളാ എനിക്കിത് റെഡിയാക്കി തന്ന ഇൻസ്റ്റ. എന്നിട്ട് പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് അറിയത്തില്ല. ഇവര് രണ്ടുപേരും കൂടെയാണ് ശരിക്കും അമ്മയും മക്കളും. അത് തന്നെയായിരുന്നു. അമ്മയും മക്കളെക്കാളും ഉപരി ഞങ്ങൾ മക്കള് ഞങ്ങൾ ഒരുമിച്ചാണ് ഏത് നേരവും. അതെന്താ വെച്ചാൽ അത് സിനിമയിൽ ഞങ്ങളുടെ അഭിനയത്തിനും കൂടെ ഒത്തിരി കോംപ്ലിമെന്റ് ചെയ്തു. കാരണം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇപ്പൊ എന്തും പറയാം. ഒരു സീൻ അഭിനയിക്കുമ്പോ ഞാനും ശ്രുതിയും അതിന് മുന്നേ തന്നെ ഞങ്ങള് നന്നായിട്ട് ജെല്ലായി. പിന്നെ ചേച്ചിയുടെ അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഇല്ല ഞങ്ങൾക്ക്. ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആണെന്നുള്ള ഒരു ഗ്യാപ്പ് ഇല്ലാണ്ട് വന്നപ്പോ നമുക്ക് എങ്ങനെയും അഭിനയിക്കാം. അത് ഡയറക്ടറും ആ ഫ്രീഡം തന്നിട്ടുണ്ട്. അപ്പം ആർട്ടിസ്റ്റുകളും ആ ഒരു ഇത് തരുമ്പോ, സ്പേസ് തരുമ്പോ ഈസി ആയിരുന്നു കാര്യങ്ങള്. ഈ സെറ്റില് വേറൊന്ന് പിന്നെ ആരും ക്യാരവനിൽ മാത്രം ഇരിക്കുന്നില്ല. ഞങ്ങള് സീൻ കഴിഞ്ഞാലും അവിടെ തന്നെ ഇരിക്കും. ചേച്ചി പറയും ഭയങ്കര ചൂടാന്ന്. ഞാൻ ശ്രുതി പറയും ഭയങ്കര ചൂടാ. സാരമില്ല മക്കളെ എവിടെ ഇരിക്കും, ഇങ്ങോട്ടും കൂടെ തിരിച്ചു. അങ്ങനെയായിരുന്നു, വിടില്ലായിരുന്നു ഞങ്ങള്. തനിച്ചിരിക്കുമ്പോ എന്തോ ഒരു ബോറാണ്. അപ്പൊ പിള്ളേരുടെ കൂടെ നന്നായിട്ട് വർത്താനം പറഞ്ഞിരിക്കാലോ. കുറച്ച് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ നിങ്ങൾക്ക് പണ്ട് ക്യാരവൻ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ നമുക്ക് ഇപ്പൊ കുറച്ച് ഈ ഒരു ജനറേഷനിലാണ് നമുക്ക് ക്യാരവനും ഒരു ഇൻഡിവിജ്വൽ സ്പേസ് ഒക്കെ നമുക്ക് ഇപ്പൊ കിട്ടി തുടങ്ങിയത്. ഐ തിങ്ക് കുറച്ചുകൂടെ ഫൺ ആയിട്ട് തോന്നുന്നത് വാക്ക് തന്നെ ഇപ്പഴാ വന്നു. ശരിയാണ്. ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാല് ഈ ചെയ്ത പടങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മൾ ക്യാരവനിൽ മാത്രം പോയി ഇരുന്ന് ആരോടും മിണ്ടാതിരിക്കുമ്പോ നമ്മുടെ അഭിനയത്തെയും ആ സിനിമയും അത് ബാധിക്കും. സിനിമയുടെ സെറ്റിലുള്ള ഫൺ, അത് അവിടെ എത്രത്തോളം ഫൺ ഉണ്ടോ സിനിമ അത്രയും നന്നാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നാമത് നമ്മുടെ ഭരതനാട്യം ഇച്ചിരി ഫൺ ഓറിയന്റഡ് ഒരു പടമാണ്. ഇച്ചിരി കോമഡിയും ഇച്ചിരി ഫണ്ണൊക്കെ ഉള്ള ഭയങ്കര ലൈറ്റ് ഒരു മൂവിയാണ്. ഒരു ഫാമിലി എന്റർടൈനർ ആണ്. അപ്പം
നമ്മളെ എത്രത്തോളം നമ്മൾ അതൊരു ഫാമിലി ആയിട്ട് കണ്ടാലേ നമുക്കത് പുറത്തേക്ക് കൊടുക്കാൻ പറ്റും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് 100%. ഞങ്ങള് കോമഡി ആയിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ സീരിയസ് ക്യാരക്ടറാണ്. അതങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ട്രീറ്റ്മെന്റ് ആ ഒരു രീതിയിലാണ്. ഒരു ബോണ്ട് കിട്ടൂല, അതെ, അതെ, അമ്മ അതെ, മക്കൾ എന്ന് പറഞ്ഞൊരു ബോണ്ട്. എസ്പെഷ്യലി ഈ ഒരു സിനിമയുടെ ട്രെയിലറൊക്കെ, നമുക്ക് ട്രെയിലറിലും ടീസറിലൊക്കെ ഒരു പ്രത്യേകത, ലൈക്ക് ഒരു അമ്മയാണ്, നിങ്ങൾ മക്കളാണെന്ന് ഇറ്റ് വാസ് വെരി ഓബ്വിയസ്, അതെ, പറയേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ സായിച്ചേട്ടന്റെയും സായിച്ചേട്ടൻ രണ്ടുപേരുടെയും ഞാൻ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞു, അവരുടെ കണ്ണ് സിമിലർ. അപ്പൊ തന്നെ നമുക്ക് ഗസ് ചെയ്തെടുത്തു അച്ഛനും മകനായിരിക്കാം, അങ്ങനെ ഒരു ഇത് വന്നു. അപ്പൊ പക്ഷെ നിങ്ങളുടെ ഇതില് കാഴ്ചകളുടെ സിമിലാരിറ്റി അല്ലെങ്കിൽ പോലും ദ ബോണ്ട് ദറ്റ് യു ഷെയർഡ് ഇൻ ദ മൂവി, അത് ഭയങ്കര ഒബ്വിയസ് ആയിരുന്നു, അമ്മയും മക്കളും ആണെന്നുള്ളത്. അല്ല, അമ്മയുടെ മക്കളുടെ മാത്രമല്ല, ഇപ്പം സൈജു ആണെങ്കിലും സായി ചേട്ടനാണെങ്കിലും ഞങ്ങൾക്കൊരു ബ്രദർ ഉണ്ട്. അപ്പൊ എല്ലാവരും ആയിട്ടുള്ള ഒരു ബോണ്ടിങ് അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു, എനിക്ക് 4 മക്കള്, 4 മക്കൾക്കും മരുമക്കളും ഒക്കെ ആയിട്ട് നല്ല നമ്മുടെ നന്ദു പൊതുവാള്, പിന്നെ സ്വാതി ഒക്കെ ഭയങ്കര എന്താ പറയുക ചില്ലായിരുന്നു സെറ്റ്. അതെ, സ്വാതിയുടെ പാട്ടും ഇടയ്ക്ക് നന്ദുചേട്ടനെ ഞാനും ശ്രുതിയും കൂടെ കുറെ നന്ദുചേട്ടനെ ചൊറിയലും രസമായിരുന്നു. പഴയ കഥകളൊക്കെ കാണുമ്പോഴേ. പക്ഷെ വേറൊന്ന് ഇതിനകത്ത് ഞാൻ 4 വർഷം കഴിഞ്ഞാ ചെയ്യുന്നത്. സൂഫി സുജാതയും കഴിഞ്ഞിട്ട് അടുത്ത ഇതാണ്. അപ്പൊ ഇടയ്ക്ക് പടങ്ങളെല്ലാം ടൈപ്പ് പോലെ നമുക്കൊന്നും ചെയ്യാനുണ്ടാവില്ല, ഒരമ്മ അത്രയേ ഉള്ളൂ. പക്ഷെ ഇതല്ല, ഇതിലെല്ലാം ഉണ്ട്. കുശുമ്പുത്തരമുണ്ട്, വഴക്കാളിയാണ്, സ്നേഹമാണ്, എല്ലാം ഉള്ള ഒരു അമ്മയാണ്. നല്ല നമുക്കൊണ്ട് ചെയ്യാൻ. ഇതിലെ എല്ലാവർക്കും പടം തുടങ്ങുന്ന മുതൽ തീരുന്നവരെയും എല്ലാവരും ഈക്വലാണ്. എല്ലാവർക്കും എല്ലാം ചെയ്യാനുണ്ട്. അങ്ങനെ ഒരു പടമാണിത്. അതെ, ആരും വെറുതെ ഒരു ക്യാരക്ടർ വന്ന് പോകുന്ന പോലെ ഒരാളും ഈ സിനിമയിലല്ലോ. നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴേ ഫസ്റ്റ് നമുക്ക് ഉണ്ടായിരുന്ന ഹുക്ക് അതായിരുന്നു. കാര്യം ഒരാളും ഇങ്ങനെ വെറുതെ വന്നിട്ട് എന്തിനാ ആ ക്യാരക്ടർ എന്ന് നമ്മൾ ചില സിനിമ കാണുന്ന ചോദിക്കില്ല, അയാൾ എന്തിനാ ഇപ്പൊ വന്നിട്ട് പോയെ. പിന്നെ അങ്ങനെയില്ല, എൻഡില്ല, തുടക്കം കാണും ചിലപ്പോ, പിന്നെ ഉണ്ടാവില്ല. എല്ലാവർക്കും എൻഡ് ഉണ്ട്, എല്ലാവർക്കും അതിൻ്റെതായുണ്ട്. നേരത്തെ ചേച്ചി പറഞ്ഞ ഒരു സ്പേസ് എന്ന് പറഞ്ഞ സംഭവം ഇപ്പോഴാണ് ആ പേര് കേട്ടത്. ആ പേരെടുത്ത് പറയുന്നത് ഇപ്പോഴാണെങ്കിൽ പോലും ഐ തിങ്ക് മലയാള സിനിമയില് കുറെ വർഷങ്ങൾക്ക് മുൻപ് എല്ലാ ക്യാരക്ടർക്കും അവരുടെ സ്പേസ് ഉണ്ടായിരുന്നു. ഇൻ ദ സ്ക്രീനിൽ ആ ഒരു സ്പേസ് ശരിക്കും ഉണ്ട്. നമ്മളിപ്പോ വെള്ളാനകളുടെ നാട് സിനിമയില് ക്യാരക്ടർ ചെറിയ ക്യാരക്ടറാണ്, അതാണ് പറഞ്ഞത് എന്നോട്. ആദ്യത്തെ ഒരു ചെറിയൊരു ഭാഗത്തേ ഉള്ളൂ ആ വണ്ടിയുടെ എന്തോ സംഭവത്തെ. പക്ഷെ നമ്മൾ ശരിക്കും ഓർക്കാം അവർക്ക് സ്പേസ് ഉണ്ട്. പണ്ട് തൊട്ടേ ആ ഒരു സ്പേസ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഈ പടത്തിലും അതുപോലെ തന്നെയാണ് എല്ലാവർക്കും. നമ്മളൊരു ആർട്ടിസ്റ്റ് ആവുമ്പോ എന്റെ ഒരു കാഴ്ചപ്പാട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഒരു സിനിമ നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് വന്നു പോകുന്ന ഒരു സീനാണെങ്കിലും അത് ഓർത്തിരിക്കണം ആൾക്കാർ കാണുമ്പോൾ. ഇപ്പൊ ഞാൻ പറയുന്നത് ഏത് സിനിമയാ ദിവ്യ ഇതിന് മുന്നേ ചെയ്തതെന്ന് പറയുമ്പോ ഇന്ന സിനിമയാ, അതിലേതായിരുന്നു ക്യാരക്ടർ എന്ന് പറയാ. അങ്ങനെ ഓർക്കണം ആളുകൾ. അതാണ് നമ്മളെല്ലാ ആർട്ടിസ്റ്റുകളെ. ഇപ്പൊ ഭരതനാട്യം കാണുമ്പോ എല്ലാവരും എന്തിന് നമ്മുടെ വെളിച്ചപ്പാടായിട്ട് വരുന്ന നമ്മള് മറക്കില്ല സിനിമ കണ്ട. അതാ എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെയാണ്. നമ്മുടെ പ്രൊഡ്യൂസർ വരെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, ആരും മറക്കില്ല, അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ വലിയൊരു കഴിവാത്. പിന്നെ സെറ്റും സെറ്റ് നല്ല സെറ്റ്. ഡയറക്ടർ ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഞങ്ങൾക്കൊന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല, കാരണം ഇന്നതാണ് ക്യാരക്ടർ പറഞ്ഞത്. പിന്നെ ഡയറക്ടർ ക്യാരക്ടറിലായിരിക്കും അഭിനയിക്കുന്നുണ്ട്, ഡയറക്ടർ ക്യാരക്ടറിലായിരിക്കും ആൾക്കാർ അഭിനയിക്കുന്നുണ്ട് ഇതിന്റെ അകത്ത്. അതാണ് അതിന്റെ, എല്ലാവരും അങ്ങനെയാണ് അതില്. ഞങ്ങളെല്ലാം സഹപ്രവർത്തകർ. പിന്നെ സാംസണെ മാത്രമേ ഞങ്ങളുടെ മുമ്പിൽ കാണത്തുള്ളൂ. സാംസണാണ് ഡയലോഗ് ചെയ്യുക, പുള്ളിയാണ് പറഞ്ഞു തരുന്നതും ഡയലോഗ് പറഞ്ഞു തരുന്നതൊക്കെ. അതെന്തോ ഒരു കുഞ്ഞിനെ പോലെ, ഞങ്ങൾക്ക് പിള്ളേരെ പോലെയാണ്. ശബ്ദമേ കാണില്ല ആർക്കും, സെറ്റിൽ ബഹളമില്ല, ഒരു ഷൂട്ടിംഗ് നടക്കുന്ന പോലെ തോന്നിയിട്ടേ ഇല്ല. ഭയങ്കര സമാധാനം. നേരത്തെ തീരും ഷൂട്ട്, നമ്മളിട്ട് കഷ്ടപ്പെടുത്തുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഇനിയൊന്നും ഇല്ല ഷൂട്ട് ചെയ്യാനൊക്കെ പറയും. നമ്മൾ എന്തെങ്കിലും പടപെടാന്ന പരിപാടികൾ, ആവശ്യമില്ലാത്തതൊന്നും എടുക്കുന്നില്ല. അങ്ങനെ അപ്പൊ കറക്റ്റ് ആയിട്ട് സഹിച്ചൊരു പണി പറഞ്ഞില്ല. പ്ലാൻഡ് ആയിരുന്നു അവര്, അതാണ് ഒന്നാമത്തെ കാര്യം. അവർ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു. സ്ക്രിപ്റ്റ് എഡിറ്റ് ചെയ്ത് ആ എഡിറ്റാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അവർക്ക് കൺഫ്യൂഷൻ ഇല്ല, ഇന്നതാണ് എടുക്കുന്നത്, ഇന്ന ഷോട്ടാണ് എടുക്കുന്നത്. ആർട്ടിസ്റ്റുകൾക്കും കൺഫ്യൂഷൻ ഇല്ല. ആദ്യത്തെ 2 ദിവസമൊക്കെ ക്യാരവനിൽ വന്ന് ഡയറക്ടറും അസോസിയേറ്റും കൂടെ വന്നിരുന്നു കഥയൊക്കെ പറഞ്ഞുതരും. ചേച്ചി ഇതാണ് സീൻ, ഇന്ന് ഇതാ എടുക്കുന്നത്, ഇങ്ങനെ. പിന്നെ അവരെ കാണാണ്ടായി. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാണാത്തെ, നിങ്ങളൊക്കെ ഒന്നും പറയണ്ട.
കാരണം അത്രയും നമുക്കും സ്ക്രിപ്റ്റ് വായിക്കുമ്പോ ഒരു ഐഡിയ കിട്ടും എന്ത് ഡയറക്ടർക്ക് വേണ്ടത്. നമുക്ക് മൊബൈലിൽ കൃത്യമായിട്ട് തരും, അറിയാം. ആദ്യമേ സ്ക്രിപ്റ്റ് തരും, നമുക്കത് നോക്കുമ്പോൾ നമുക്കറിയാം. അപ്പൊ അത്ര ഒരു എന്താ പറയുക സന്തോഷമുള്ളൊരു സെറ്റായിരുന്നു അത്. അത് നേരത്തെ ഡയറക്ടർ ഞാൻ കണ്ടപ്പോ പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ഉള്ള സ്ക്രിപ്റ്റ് പൊളിച്ചുപണി ഒന്നും ഒന്നുമില്ല. പക്ക അവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ കറക്റ്റ് അതുപോലെ. ഐ തിങ്ക് ദാറ്റ് ഇസ് ഈസിയർ അല്ലേ, കുറച്ചുകൂടി ഈസിയർ. വെരി മച്ച്. നമുക്ക് ഒരു കൺഫ്യൂഷൻ വരില്ലല്ലോ അവിടെ. അതെ ആ ഒരു ആർട്ടിസ്റ്റിന് ഒരു ക്യാരക്ടറിന് എന്താ വേണ്ടത്, ഈ ക്യാരക്ടറിന്റെ ലുക്ക്, അയാളുടെ ബോഡി ലാംഗ്വേജ്, ഈ ഒരു ക്യാരക്ടർ അങ്ങനെ ആയിരിക്കുമല്ലോ. ഇപ്പം എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സാധാ വീട്ടമ്മയാണ്, വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒന്നുമില്ല, ആ വീട്ടിലെ മൂത്ത ആളാണ്. അപ്പൊ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് ഫസ്റ്റ് ഡേ തന്നെ എനിക്കൊരു ഐഡിയ അവർ പറഞ്ഞു തന്നപ്പം അത് ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടി എന്താ വേണ്ടത്. ഇങ്ങനത്തെ അമ്മയാണ്. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും അവരോട് ക്യാരക്ടർ 2 ദിവസം അല്ലെങ്കിൽ 2 പ്രാവശ്യം പറഞ്ഞു തന്നു, പിന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. അതുമല്ല നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ, നമുക്ക് ഇപ്പൊ യങ് ആയിട്ടുള്ള നിങ്ങളെ പോലത്തെ ഉള്ളവർക്കൊക്കെ പല ക്യാരക്ടേഴ്സും പല റേഞ്ച് ആയിരിക്കും. ചിലപ്പോൾ ഒരു അനീതി ആയിരിക്കും, ചിലപ്പോൾ ഒരു സിസ്റ്റർ, അങ്ങനെ വേറെ എന്തെങ്കിലും റോൾസ് ആയിരിക്കും. പക്ഷെ ഞാൻ ചേച്ചിയിൽ കണ്ടൊരു ഏറ്റവും വലിയൊരു ഐക്കോണിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാം അമ്മ റോളാണെങ്കിലും പല തരം അമ്മമാരാണ്, വേഴ്സറ്റൈൽ. എനിക്ക് എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്നിന്റെ മൊയ്തീനിലെ അമ്മ റോള് ചെയ്ത അമ്മയല്ല ഹൗ ഓൾഡ് ആർ യുവിലെ അമ്മ. ഇറ്റ് വാസ് എൻറ്റയർ ലുക്ക് ഒക്കെ ഓൾമോസ്റ്റ് സെയിം വരുമെങ്കിൽ പോലും ഇറ്റ് വാസ് എൻറ്റയർലി ഡിഫറെന്റ്. എനിക്ക് ചോദിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ നേരത്തെ പറഞ്ഞു ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞല്ലോ, യു 3 of you ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ ടാലന്റ് ഓഫ് എക്സ്പ്രസിങ് വാട്ട് യു റിയലി ആർ. ആ ഒരു ക്യാരക്ടർ എന്താണെന്ന് നല്ല പക്കായിട്ട് എക്സ്പ്രസ് ചെയ്യും. വാട്ട് ഈസ് ദ സീക്രട്ട് ഇടയ്ക്ക് ചോദിക്കണം തോന്നും. വാട്ട് ഈസ് ദ സീക്രട്ട്? ബോണ്ട് എന്താണ്? അല്ല, അത് മാത്രമല്ല നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പം 4 കൊല്ലം കഴിഞ്ഞു ഈ വർക്ക് ചെയ്യാൻ. എനിക്ക് ഒരേ ടൈപ്പ് ചെയ്യാൻ ഇഷ്ടമല്ല. എനിക്ക് മനസ്സിന് തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യൂ. ഉർവശിയൊക്കെ എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ഇങ്ങനെ ആക്കി മാറ്റണമെന്ന് അവക്കും കൂടെ അതിനുള്ള കൈകടത്താൻ അറിയാം. എനിക്കതൊന്നും അറിയില്ല. എനിക്ക് എൻ്റെ ക്യാരക്ടർ നന്നായിട്ടിരുന്നാൽ മാത്രമേ ഞാനത് ചെയ്യൂ. വെറൈറ്റി, അതുകൊണ്ടാണ് വെറൈറ്റി വരുന്നത്. ഇപ്പോൾ കവൾഡറിയിലുള്ള അമ്മയല്ല, എല്ലാ അമ്മമാരും ഒന്നാണ് അമ്മ. പക്ഷെ അമ്മ പലവിധം ഉണ്ടല്ലോ. അതാ വെറൈറ്റി എനിക്ക് കിട്ടിയെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്തതായിട്ട് തോന്നും. ഈ പടത്തിലും അതുപോലെ തന്നെ കഥ പറയുമ്പോൾ എനിക്ക് ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ചെയ്തത്. ഇതിലെല്ലാം ഉണ്ട്, എല്ലാ സംഭവം ഇതിനകത്തുണ്ട്. ഞങ്ങൾ ആരും കോമഡി ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ കാണുമ്പോൾ അത് കോമഡി ആയിട്ട് തോന്നും. അത് എനിക്ക് അതാണ് കുറച്ച് നാളായിട്ട് നമ്മുടെ മലയാളത്തിൽ സിനിമകളിൽ ഒരു പ്രത്യേകത. റിയൽ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ അത് കുറച്ചുകൂടെ ഈസി. ചേച്ചിയുടെ ഈ ക്യാരക്ടർ എനിക്ക് എന്റെ അമ്മയൊക്കെ, നമ്മുടെ അമ്മ അങ്ങനെയാ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോണ്ടോ ആ ഒരു മൂഡ് ആ സാധനമാണ് കറക്റ്റ്. നമ്മുടെ വീട്ടില് നമ്മുടെ അമ്മ എങ്ങനെയാണോ, നമ്മുടെ തലക്കൂടെ ഒഴിക്കും, കണ്ടു തലക്കൂടെ ഒഴിച്ചേനെ സത്യം നമ്മൾ പേടിച്ചു പോയി. അങ്ങനെയൊക്കെ ആ ഒരു സാധനമാണ്. അപ്പൊ അത് ചേച്ചിയുടെ ക്യാരക്ടർ അത് ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു, ചേച്ചി ആയതുകൊണ്ട്. ഞങ്ങൾക്ക് വേറൊന്ന്, എന്റെ ഈ കൂതറ ശബ്ദം ഇത് തന്നെ വേണോന്ന് പറഞ്ഞു ഡയറക്ടർ. ഇത് തന്നെ വേണം. സത്യം ഞാൻ അല്ല, വലിയ സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് അല്ലാന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പൊ ഈ ശബ്ദത്തിൽ ഇത് എങ്ങനെ ഇരിക്കും മക്കളെ? വേണ്ട, ആരെങ്കിലും കൊണ്ട് ചെയ്യിക്ക് പറ്റൂല. ഇപ്പൊ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ശബ്ദമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ അത് മാറ്റാൻ പറ്റില്ല. ഇത് മതി, എൻ്റെ ഈ ക്യാരക്ടറിന് ഈ ശബ്ദം മതി എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഡബ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സിനിമകളിൽ അതുപോലത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യണം എന്ന് എപ്പോഴെങ്കിലും ചേച്ചിക്ക് ഏതെങ്കിലും ഒരു സിനിമ കണ്ട് തോന്നിയിട്ടുണ്ട്? എന്റെ അടുത്ത് ഇത് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് രാജമാതാ ശിവഗാമി. മലയാളത്തിൽ ചെയ്യാലോ അതുപോലത്തെ ക്യാരക്ടർ. മലയാളത്തിൽ ഇതിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടർ കണ്ടിട്ട് അങ്ങനെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് എനിക്കൊരു വിശ്വാസമുണ്ട് എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതെന്റെ ഒരു കോൺഫിഡൻസും ഒരു വിശ്വാസം, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വർക്ക് ചെയ്തത് കൊണ്ട് തോന്നിയതായിരിക്കാം. അപ്പൊ അതില് ചെയ്യുന്നത് കുറച്ച്, അത് എന്തും ആയിക്കോട്ടെ, നമ്മളെ ആളുകൾ ശ്രദ്ധിക്കണം, നമ്മൾക്കത് നന്നായി ചെയ്യാൻ പറ്റണം. അതെ, അല്ലാതെ ഇന്നതുപോലെ ചെയ്യണം എന്നൊന്നുമില്ല. ചേച്ചിക്കുണ്ടോ? ഇല്ല, എനിക്കും അങ്ങനെ ഇന്നത് ചെയ്യണം അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മള് ഏതൊരു സിനിമ കണ്ടാലും അതിലിപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ട ഇത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നും. അല്ലാണ്ട് ഇന്ന ക്യാരക്ടർ ഞാൻ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. കഴിഞ്ഞ ദിവസം എന്നോട് ഇതുപോലെ ഞങ്ങൾക്കൊരു ജൂൺ സിനിമയിലെ ഒരു ഗെറ്റ് ടുഗദർ പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മളോട് ചോദിച്ചു, ഇപ്പം ആ സിനിമ ജൂൺ എടുക്കുവാണെങ്കിൽ നിങ്ങളല്ലാതെ വേറെ ആര് അതിൽ അഭിനയിക്കണം എന്ന് ചോദിച്ചു. നമ്മളെല്ലാരും ഒരേപോലെ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ
ചിന്തിക്കാനേ പറ്റുന്നില്ല. അതായത് ജൂൺ ബോൾ ആ സിനിമ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതായത് ആ ആള് ചെയ്തത് ഇപ്പൊ ചേച്ചി ശ്രീകൃഷ്ണപുരത്ത് ചെയ്ത് ചേച്ചിയുടെ ക്യാരക്ടർ ചേച്ചിയോട് ചോദിക്കാണ് വേറെ ആര് ചെയ്ത നമുക്കങ്ങനെ ചിന്തിക്കാനേ പറ്റുന്നില്ല. അപ്പം അത് ലാലേട്ടനോടോ മമ്മൂക്കയോടോ ഇതിനെ ചോദിച്ചാൽ ചിലപ്പോ അവർ അത് തന്നെയായിരിക്കും പറയാ. എനിക്കും അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവര് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു, അതിനൊരു പെർഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞു. അതുപോലെ പോലെ എന്നുള്ള വാക്ക് വരുന്നില്ലേ, പോലെയല്ലേ ആവത്തുള്ളൂ. അതങ്ങനെ അതിന്റെ ആ ബ്യൂട്ടി അങ്ങനെയല്ലേ. ചേച്ചി ആ ശ്രീകൃഷ്ണപുരത്തിന്റെ ആ ക്യാരക്ടർ പറഞ്ഞപ്പോഴാണ് നമ്മള് ഇടയ്ക്ക് ആരെയും സീരിയസ്ലി നമുക്ക് എന്റെ ചുറ്റുമുള്ള ആന്റിമാരോ അല്ലെങ്കിൽ അവര് ആരെങ്കിലും ഒക്കെ ഈ കണ്ണാടി ഉണ്ടായിട്ടും കണ്ണാടി വെക്കാതെ നടക്കുന്നവരില്ല. ഞാൻ പറഞ്ഞു നാണമില്ലേ ചോദിക്കും. അപ്പൊ എന്റെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ക്യാരക്ടർ അതായി കണ്ണാടി കണ്ണാടി വേണ്ട വായിക്കാനൊന്നും പറ്റും ഇങ്ങനെ എനിക്കായിരിക്കും. പക്ഷെ എന്നാലും അല്ല മറ്റേ കണ്ണാടി വെക്കാണ്ട് കളർ നേരെ കാണാൻ പറ്റാണ്ട് ശ്രീകൃഷ്ണപുരത്ത്. സിനിമകളിൽ ചെയ്തു വെച്ച ചില ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിൽ അത്രയും പതിഞ്ഞു എന്നതിന്റെ അർത്ഥമാണ് നമുക്ക് വേറെ ആരെങ്കിലും കാണുമ്പോ പെട്ടെന്ന് അത് ക്ലിക്കാവും. പിന്നെ അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന ആൾക്കാരെയാണ് നമ്മൾ സിനിമയിൽ കാണുന്നെങ്കിൽ കുറെ കൂടെ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ ഈ ഭരതനാട്യത്തിൽ ഇപ്പൊ ചേച്ചിയെ പോലത്തെ അമ്മയെ നമുക്കറിയാം, എന്നെ പോലത്തെയും ശ്രുതിയെ പോലത്തെയും മക്കളെ അറിയാം, സൈജുവിന്റെ ക്യാരക്ടർ, സായി ചേട്ടനെ പോലത്തെ അച്ഛന്മാരെ നമുക്കറിയാം. ഇതെല്ലാം നമ്മളുടെ ചുറ്റിനും എനിക്കോ എന്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ എന്റെ റിലേറ്റീവ്സിലോ ആർക്കെങ്കിലും ഉള്ള ആളുകളാണ് ഇതിലുള്ള എല്ലാവരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു 1-to-1 കണക്ഷൻ എല്ലാ ക്യാരക്ടേഴ്സ് ആയിട്ടുണ്ട്. ഞങ്ങളുടെ ബ്രദറായിട്ട് അഭിനയിക്കുന്ന അവനെ പോലത്തെ ഒരു കൂട്ടുകാരനോ ചെക്കൻ, അതാണ് അങ്ങനത്തെ ഒരു ചെക്കൻ നമ്മുടെ നാട്ടിലോ വീട്ടിലോ ബന്ധുത്തിലോ ഉണ്ടാവും ഉറപ്പായിട്ടും. അപ്പൊ ഇതെല്ലാം നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ഇവന് അഭിരാമേട്ടന്റെ ക്യാരക്ടർ ഉണ്ട് ഇങ്ങനെ കറക്റ്റ് കോമ്പിനേഷൻ കുറവായിരുന്നു. അഭിരാമേട്ടനോട് നമുക്ക് കോമ്പിനേഷൻ കുറവായിരുന്നു. സൈജുണ്ടായിരുന്നല്ലോ കുറച്ച് കോമ്പിനേഷൻസ്. ഞാൻ നേരത്തെ ചോദിച്ചു ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഈ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നേരത്തെ അറിയാന്ന് വെച്ചാൽ പറയുക ഞാനേ എങ്ങനെയാ ഞാനേ എങ്ങനെയാ ഒരു ചോറി മനുഷ്യൻ. നമ്മൾ ഇത് തന്നെ ഞാൻ ചോദിച്ചത് നമുക്ക് ഈ സിനിമയിൽ കണ്ട ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് നാട്ടുകാർ ഇങ്ങനത്തെ സ്വഭാവമുള്ളവരെ നേരിട്ട് പരിചയമുണ്ടോ? ഞാനേ എങ്ങനെ തന്നെ പേടിക്കണ്ട, ഞാനേ അങ്ങനെ ഞാൻ ജീവിക്കായിരുന്നു. അതെ, നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും ആ ക്യാരക്ടർ അല്ലേ. നമ്മള് ഈ പടം ഒരുപാട് പേരുടെ ലൈഫും കൂടെയാണ്. നന്ദു പൊതുവാൾ പുള്ളിയുടെ ചെറിയ ചെറിയ ക്യാരക്ടറാണ് മറ്റെല്ലാ പടങ്ങളിലും ചെയ്തത്. പക്ഷെ ഇതില് നന്ദു എന്നുള്ള നടനെ നമുക്ക് കാണാം, നാച്ചുറൽ ആയിട്ടുള്ള. അങ്ങനെ ഒരുപാട് പേര് ഇതിനകത്ത് ഒരുപാട് പേരുടെ ലൈഫാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ക്യാരക്ടർ പക്ഷെ ഇതുപോലെ കിട്ടിയാൽ ഞാൻ ചെയ്യില്ല, അതെന്റെ സ്വഭാവം. പക്ഷെ എങ്കിലും ഇങ്ങനെ ചിന്തിക്കും ത്രൂഔട്ട്. കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ക്യാരക്ടർ ചെയ്യുന്നത്. ഇങ്ങനെ കുറച്ച് ഒന്ന് ഇളകി അഭിനയിക്കാന്നൊക്കെ പറയില്ലേ, ഒരു അമ്മ എന്ന് പറയുമ്പോ ആ അമ്മ മോനെ ആ പരിപാടിയല്ല, സീരിയസ് ഒരു പൊളിയമ്മ. ഇപ്പൊ ശരിക്കും പൊളി അമ്മമാരുടെയും പൊളി അച്ഛന്മാരുടെ ഒക്കെ ട്രെൻഡാണല്ലോ, പലരും ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോ എന്തായാലും ഐ ഗെസ് ദിസ് കോൺവെർസേഷൻ വാസ് വെരി ഗുഡ്. ഞാൻ സീറോ പ്രിപ്പറേഷനോടെ ഞാൻ വന്നത്. ബിക്കോസ് എന്താ ചോദിക്കേണ്ടത് നമുക്ക് അങ്ങനെ അറിയത്തില്ല. ബിക്കോസ് എനിക്ക് മുമ്പത്തെ എന്റെ ഇന്റർവ്യൂസിന്റെ എക്സ്പീരിയൻസ് വാട്ട് ഐ ഫെൽറ്റ് ഇസ് ദാറ്റ് when women talk we don't need to prepare. Yes, it's true. ഞാൻ എന്റെ മുമ്പത്തെ ഇന്റർവ്യൂ ഒന്നും ചെയ്തിട്ടില്ല. സോ ഇറ്റ് വാസ് വെരി ഹാപ്പി ടോക്കിംഗ് ടു യു. ആൻഡ് ഈ കോൺവെർസേഷൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ സിനിമയിൽ നല്ല സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.